ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ചിന്നു പറഞ്ഞത് ഇന്ന് ന്യൂ ഇയർ അല്ലേ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ തന്നെ ക്യാമറ എടുത്ത്. കുറേ നാളായി കേട്ടോ അവളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പക്ഷേ എനിക്ക് എന്തോ എൻ്റെ ഒരു ദിവസത്തിൽ അത്ര വീഡിയോ ചെയ്യാനും മാത്രം ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് കേക്കും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒട്ടും പ്ലാനിങ് ഇല്ലാത്ത വീഡിയോ ആണ്, എന്താവുന്നൊന്നും അറിയില്ല. ഹാപ്പി ന്യൂ ഇയർ അമ്മ. ഒരു മിനിറ്റ് നോക്ക്, ഇതാ വലിയത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജീന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. ചിന്നും കൂടെ ഉണ്ട്. വാ ചിന്നു, വാ. ഇതാണ് ക്യാമറാമാൻ ചിന്നു അല്ലേ? ആ, അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ചിന്നുവിനുള്ള ഡ്രസ്സ് ഓൺലൈനിൽ എടുത്തായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ ആമസോണിലെല്ലാം ആയിട്ട് കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. പോവാം. എന്നാ മാം അങ്ങോട്ട് കൂട്ടി കളിക്കുന്നത്? പിന്നെ നീ ഇത്രയും തടിയുള്ള ഇങ്ങനെ തടിയില്ല, നീ ഞാനൊക്കെണ്ടോ തലയെന്ന് തോന്നുന്നു. മതി പൊട്ടിക്ക്, അത് പൊട്ടു. കേക്ക് കഴിക്കാം. ഇതാണ് പാഷൻ ഫ്രൂട്ട്. പാമ്പുണ്ടാവും ചിന്നു. ഇതാണ് ചിലപ്പോ ഉണ്ടാവും, അമ്മ പോകുന്ന വഴിയിലെത്തും ചിലപ്പോ ഉണ്ടാവുക. ഇത് നമ്മുടെ ചിക്കു മരമാണ്. ഒരെണ്ണമുണ്ട്, ആയിട്ടില്ല. ചിക്കു ഉണ്ടായിട്ടുണ്ട്. ഇത് അവിടെയൊക്കെ ഉണ്ട്, കാണൂല, അപ്പറയാ. എനിക്ക് കിട്ടിയ പാഷൻ ഫ്രൂട്ട് കെട്ടതാന്ന് തോന്നുന്നു. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി. അതെവിടെ വരെ എത്തും? അത് ഇതേലോട്ട് കയറിയിട്ടുള്ള ഈ പ്ലാവിലോട്ട്. ചക്ക വീഴാണ്. ആ, ചക്ക ഇല്ലാണ്ട് വീഴ്. ഇതാണ് എന്ത്? മാവ്. ഇതാണ് ആത്തച്ചക്കയുടെ മരം അല്ലേ? കണ്ട ഇല കണ്ട മാവിനെ പോലെ. ഇതാ കറിവേപ്പിന്റെ മരം. ഇവിടെയാണ് ഞാനിപ്പോഴും കറിവേപ്പില പറിക്കാൻ വരാറ്. അമ്മ
മുകളിൽ തെങ്ങുണ്ട്. ആ മാങ്ങ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. മാവ് നിങ്ങൾക്ക് മാങ്ങ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ചിന്ന തലയിൽ തേങ്ങ വീഴും. എണീറ്റ്. ഇതാ മാങ്ങ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതാ തെങ്ങ്. ക്യാമറ കൊണ്ട് അങ്ങോട്ട് പോവാം, നല്ല രസം ഉണ്ടാവും. ഇതാ അവിടുന്ന് വീണൊരു കുഞ്ഞു തേങ്ങ. ഇത് വേറൊരു മാവാണ്. ഇല ഇത് പേര. ഇതാ എനിക്ക് എത്തുന്ന ഇല. ഇത് തോരനെല്ലാം വെക്കാൻ കൊള്ളാവുന്ന അടുക്കള ചീര എന്ന് പറയുന്ന സാധനമാണ്. ഈ മാങ്ങ ഒരു പ്രത്യേകിച്ച് വേറെ ഒരു ടേസ്റ്റ്, ഒരു ജാമിൻ്റെ ഒക്കെ ടേസ്റ്റ് പോലെ അല്ലേ ചിന്നു? പക്ഷെ അങ്ങനെയൊന്നും കിട്ടാറില്ല നമുക്ക് നല്ലത്. കുറേ എല്ലാം പഴുക്കുന്നതിന് മുന്നേ പറിച്ചു വെക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇത് നോക്കി ചിന്നു, ആത്തച്ചക്ക ഉണ്ടോ? അച്ഛൻ പറഞ്ഞല്ലേ ആത്തച്ചക്കൻ്റെ മരം ഉണങ്ങിപ്പോയിന്ന്. അത് കണ്ടോ, അത് നല്ല പഴുത്തതാണ്. പറിക്കാൻ ഓർമ്മിപ്പിക്കണം. കാണുന്നുണ്ടോ? ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റുമോ? അറിഞ്ഞൂടാമ്മ. പറിക്കാൻ ഓർമ്മിപ്പിക്കണേന്ന് സെയിം ഡയലോഗ് എപ്പോഴും പറയുന്ന പോലെ പറ. പറിക്കാൻ ഓർമ്മിപ്പിക്കണേ. ഇതാ ഇവിടെ താഴെ ജാതിക്ക പോലത്തെ ഒരു ചക്ക. ഇത് കുരുമുളകിൻ്റെ വള്ളിയും മുരിങ്ങേൻ്റെ മേലേക്കാണ് കയറിയേക്കുന്നത്. സ്ക്രീനിൽ നോക്കല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട്. എപ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കുമെന്നില്ല കേട്ടോ ചെയ്യുക. ഫസ്റ്റ് ടൈമാണ്. ഇന്ന് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അതുകൊണ്ട് പിന്നെ ഒന്ന് വീഡിയോ ഏതായാലും എടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കഴിക്കാം. കൈയെല്ലാം ഇങ്ങനെ ആക്കി വെക്കുക ചിന്നു. ഡ്രസ്സിൻ്റെ അച്ചാർ വേണ്ട ചിന്നുനെ? വേണ്ട, വേണം. എനിക്ക് അതിന്റെ ചാറ് മാത്രം, എനിക്ക് കഷ്ണമൊന്നും വേണ്ട. അച്ചാറിന്റെ കൂട്ടിക്കോ. ഇത് വേണോ? വേണം. അതും അമ്മ തന്നാണേ. ഇതിനെ സ്പൂൺ എടുത്തിട്ടില്ലല്ലോ. ഇല്ല. ഇങ്ങനെ ഒഴിക്കട്ടെ? എവിടെ ഒഴിക്കണ്ടേ? ഇവിടെ ഇവിടെ അയ്യോ, അതിന് മുകളിലൊന്നും ഒഴിക്കല്ല. എന്നാ മതി മതി മതി. ഹായ് കട്ടിലിക്ക. ഹായ് എന്ന് പറഞ്ഞിട്ട് മുഖം എന്താ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത പോലെ? പുളിയോടെ ഞാൻ കൂട്ടൂല കേട്ടോ. നാരങ്ങ അച്ചാറാണേ. പേടിച്ചു പോയി വേണോ? കയപ്പോ പുളിയോ? പുളി നല്ല രസമുണ്ട്. കുട്ടിയൊക്കെ പുളിയുണ്ട്. ആദ്യം ഒരു പീസ് ചിക്കൻ എടുക്കാം. എന്നിട്ട് എൻ്റെ അമ്മ ഇതാണ് ബിരിയാണി കഴിക്കാൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇതിൽ കൂട്ടി കുഴക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതെന്താ പുളിയാ? സൂപ്പർ. വായിലിടുന്നതിന് മുന്നേ സൂപ്പർ എന്ന് പറയണം.
നല്ല രസമുണ്ടല്ലേ? ഞാൻ ഓഫാക്കിട്ടോ? വേണ്ട ഇനി മര്യാദക്ക് തിന്നണോ? വേണ്ട. ഉം. ഇങ്ങനെ എടുക്കാം, അച്ചാർ എടുക്കാം. കുട്ടി കഴിക്കാം. എൻ്റെ വായ ഇടുക. എന്നാ പറയാൻ വന്നേ? ഒന്നും പറയാൻ പറ്റില്ല. മുന്തിരിങ്ങാണോ? വേണ്ട. മുന്തിരിങ്ങാണോ? മുന്തിരിങ്ങാണോ? തിന്നോ. 1-ാം തീയതി ബിരിയാണി കഴിച്ചാൽ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കേണ്ട ഒരു വെച്ചിരുന്നു. അമ്മ തരൂലേ? ഇതാ ചിന്നു ഇവിടുന്ന് തിന്നുന്നുണ്ട്. സ്പെഷ്യല് നമ്മള് എന്നേ ഹൈദരാബാദി ബിരിയാണി അല്ല, നമ്മൾ ഓർഡർ ചെയ്ത ഒരു ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെങ്ങനെയാ നമ്മള് ബിരിയാണി കഴിച്ച കാര്യം അറിയുന്നേ? നിങ്ങൾ ആള് മോശമില്ലല്ലോ. കേക്കെല്ലാം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, വന്നെടുത്തോ. എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്? എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക്? നല്ലോണം അറിയാലേ. പെട്ടെന്ന് തിന്ന് ഇത് ഓഫാക്കണം. അമ്മ മതിയോ? എന്താ രസില്ല? രസമുണ്ട്, മതി. നിർബന്ധിച്ച് അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും തിന്നേണ്ട ആവശ്യമില്ല. മതിയാവുന്ന അത്രയും തിന്നാ മതി. എന്നാ മതി. ഇതെല്ലാം കഴിക്കേ. അമ്മ വാരിത്തരണോ? വായ തുറക്ക്, ഇങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെക്ക്. മതി. മതി. അതേ മടക്കി വെക്ക്. അവിടെ ഇരിക്കേ. ബിരിയാണിനെ പറ്റി പറയണ്ടേ? ബിരിയാണി നല്ലയാ. എങ്ങോട്ടേക്ക് പോയിട്ട്? അമ്മയോടാ പറയുന്നേ. ബിരിയാണി നല്ലയാ. ബിരിയാണി നല്ലയാ. ഇത് കടകാമുഖ അല്ലേ ഭരതനാട്യത്തിലെ? എന്നാ പിന്നെ ഇങ്ങനെയല്ലേ? ഇങ്ങനെയാ ഇങ്ങനെ. സൂപ്പർ. വാട്ട്സ് അവർ നെക്സ്റ്റ് പ്ലാൻ? വാട്ട്? എന്താ അടുത്ത പരിപാടി? എന്താ നേരത്തെ ചോദിച്ചേ? വാട്ട്സ് അവർ നെക്സ്റ്റ് പ്ലാൻ? ഓഫാക്കാം. ചിന്ന ഹലോ, ഇതാ ഇവിടുന്ന് കാണിച്ച മാമ ഇവിടുന്ന് കറക്റ്റായിട്ട് ഉരുണ്ടും കെട്ടി താഴെ വീഴാണ്ട് നോക്കിക്കോ, കൈ പിടിച്ച്. ഇത് ഇവിടുന്ന് കറക്റ്റായിട്ട് കാണുന്ന വൈകിട്ടായപ്പോഴത്തേനും നമുക്ക് രാവിലെ കട്ട് ചെയ്ത് അതേപോലെ തന്നെയുള്ള വേറൊരു കേക്കും കൂടെ കിട്ടി കേട്ടോ. അപ്പോൾ വിചാരിച്ചു അതും കൂടെ കട്ട് ചെയ്യാന്ന്. ബിരിയാണിയും കേക്കെല്ലാം കഴിച്ച കാരണം രാത്രിയിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓട്സിൽ തേങ്ങയും ചേർത്ത് ചുട്ടെടുത്താണ്. അച്ചാറും കൂട്ടി കഴിക്കുക. അപ്പോൾ ഇതാ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം തന്നെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ആയോന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ന്യൂ ഇയർ ആണ്. കഴിഞ്ഞ വർഷത്തെ വിഷമതകളെല്ലാം നമുക്ക് മറക്കാൻ ശ്രമിക്കാം. പുതിയ വർഷത്തിൽ നല്ലൊരു ജീവിതം തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിഷമങ്ങളും മാറുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗുഡ് നൈറ്റ്. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക.